ഈ രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിൽ വന്നിരിക്കുന്ന സാഹചര്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് CPM ഉണ്ടോ? ഞങ്ങൾ കൊണ്ടുവന്ന പരാതിയല്ലല്ലോ. ഏതെങ്കിലും ഈ പരാതികൾ ഉന്നയിച്ചവരോ തെളിവ് പുറത്തു കൊണ്ടുവന്നവരോ വോയിസ് മെസ്സേജ് പുറത്തു വന്നപ്പോഴും അതിനെ CPM-ഉമായിട്ട് കണക്ട് ചെയ്യാനും CPM-ന്റെ ഗൂഢാലോചനയാണെന്ന് പറയാനും 1% പോയിന്റ് ഒരു തെളിവ് പോലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ ഇല്ല. ഈ ചിത്രത്തിൽ ഒന്നും ഞങ്ങളില്ല. ഒരു 2-2.5 കൊല്ലം മുമ്പ് കോൺഗ്രസിന്റെ തന്നെ സഹയാത്രികയായ ജോഡോ യാത്രയിൽ അധികം പങ്കെടുത്ത ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവ നടി കൊടുത്ത അല്ലെ പൊതുസമൂഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൽ അടക്കം വന്നിരുന്നു പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഈ പരാതി പ്രവാഹത്തിന്റെ തുടക്കം, ആ പരമ്പരയുടെ തുടക്കം അതല്ലേ? അവർ അടക്കം ഇപ്പൊ മൊഴിയും കൊടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന് എന്നതാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് വേണ്ടി ചർച്ച ചെയ്ത് സമയം കളയാൻ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ ഒരു ഘട്ടത്തിൽ അത് ഭാഗവാക്കായിട്ടില്ല. ആരോപണം വന്നു, നിങ്ങൾ പറയുന്നുണ്ടല്ലോ VD സതീശൻ ഇതിലും മെച്ചപ്പെട്ട പരാതി എന്റെ കയ്യിലുണ്ട്, മികച്ച പരാതിയുണ്ട്. പറഞ്ഞ ബോംബ് എവിടെ? അതുപോലെ AI ജനറേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ UDF കൺവീനർ അങ്ങനെയാണെങ്കിൽ എന്തിയാ ഒരു അന്വേഷണം ആവശ്യപ്പെടാത്തത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വോയിസ് മെസ്സേജ്. ഒരു കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന കുട്ടിയെ നിർബന്ധ അബോർഷൻ നടത്തിയോ? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാനുള്ള ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്. നിന്നെ തീർക്കാൻ 1 മിനിറ്റ് മതി, എനിക്കൊരു സെക്കൻഡ് മതി എന്ന് പറഞ്ഞ വോയിസ് മെസ്സേജ് ഉണ്ട്. അത് തന്റേതല്ലെങ്കിൽ ആരാണ് പരിശോധനയ്ക്ക് അയക്കേണ്ടത്? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ പൊതുപ്രവർത്തകനാണ്. നിങ്ങൾ പറഞ്ഞല്ലോ വിദേശത്ത് പാർട്ട് ടൈം ജോലി ചെയ്ത ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന നിങ്ങളുടെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരുടെ ചരിത്രം പുറത്തു വന്നില്ലേ? ഇത്ര അസാധാരണമായ രീതിയിൽ വിദേശത്തുനിന്ന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടി കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്താൻ കഴിയുന്ന ആ സാങ്കേതിക വിദ്യ പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ ഒന്ന് പഠിപ്പിക്ക്, യൂത്ത് കോൺഗ്രസ്സുകാരെ ഒന്ന് പഠിപ്പിക്ക്, ലീഗുകാരെ ഒന്ന് പഠിപ്പിക്ക്. ഇതെന്താ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയ കൺവീനർ രാജിവെച്ച് പോകേണ്ടി വന്നില്ലേ? പുറത്താക്കിയെന്ന ഒരു വിഭാഗം, പുറത്താക്കിയിട്ടില്ല ഒഴിഞ്ഞു പോയതാണ് ഒരു വിഭാഗം. നിങ്ങൾ റോൾ മോഡലായി, റീൽസായി, വീഡിയോയായി, മാതൃകയായി ചിത്രീകരിച്ച നേതാക്കന്മാർ ആരാ ഇപ്പൊ മുഖ്യധാരയിലുള്ളത്? ഈ പ്രതിസന്ധിക്ക് കാരണം ഞങ്ങളാണോ? ഞങ്ങളല്ലല്ലോ. ഒരു ഘട്ടത്തിൽ പോലും ഒരു ആരോപണം ഞങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ കാര്യം, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ അനാശാസ്യത്തിന്റെ പേരിൽ ഞങ്ങൾ കൊടുക്കുന്ന പൊതിച്ചോറിനെ കുറ്റം പറഞ്ഞു, ഏത് അതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് വ്യാജ ആരോപണം ഉന്നയിച്ചു. നിങ്ങളുടെ നേതാവിനെ, ആ ആരോപണം ഉന്നയിച്ച നേതാവിനെ അനാശാസ്യത്തിന്റെ പേരിൽ പുറത്താക്കിയ പത്രവാർത്തയുടെ താളുകൾ ഉപയോഗിച്ചുകൊണ്ട് പൊതിച്ചോർ പൊതിഞ്ഞ് ഞങ്ങൾ ഈ സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും കൊടുത്തു. നിങ്ങൾ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ OLX-ൽ അന്വേഷിച്ചു നടന്നു. ഇപ്പോൾ അത് പറഞ്ഞ നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ തന്നെ OLX-ൽ അന്വേഷിച്ചു നടക്കേണ്ടി വന്ന സാഹചര്യം കേരളം കാണുകയാണ്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങൾ തള്ളി പറയേണ്ട നമ്മൾ കാണുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം വേണം. ഇതിൽ പൂവൻകോഴിയെ പോലെ കൂവണം. അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പെന്നാണ് ശ്രീകുമാർ പറഞ്ഞത്. അല്ല ഡോക്ടർ അരുൺ, അത് ഞങ്ങളുടെ തലയിൽ വെക്കല്ലേ. ബയോളജിക്കൽ തന്തയാണോ പൊളിറ്റിക്കൽ തന്തയാണോ എന്ന് ചോദിച്ച് കോൺഗ്രസിനെ കേരളത്തിൽ ഉണ്ടാക്കി വളർത്തിയ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ മകളുടെ പിതൃത്വം ചോദിച്ചതൊക്കെ ഞങ്ങളല്ല, ഇതേ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് കോഴിയെ പോലെ കൂവുമെന്ന് പറഞ്ഞതൊന്നും ഞങ്ങളല്ല. ഞങ്ങൾ ഒരു വാക്കുപോലും ഞങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്.